ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഞ്ജൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരുപാട് നാളുകൊണ്ട് ഡ്രാഫ്റ്റിൽ കിടന്ന് കളിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളന്ന് പൊടിയക്കാലയിലേക്ക് പോയത്. അപ്പോൾ ആര്യനാട് വഴിയാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ആര്യനാടുള്ള ശംഭു ശങ്കര ഹോട്ടലിലേക്കാണ്. ആക്ച്വലി നമുക്ക് ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഐ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ബാങ്കിൽ പോക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ചേട്ടനാണ് പെട്ടെന്ന് പറഞ്ഞത്, എടി നമുക്ക് ആര്യനാട് പോയി ഫുഡ് കഴിക്കാം. നമ്മൾ ഒരുപാട് നാളുകൊണ്ട് മനസ്സ് വിചാരിക്കണം അവിടെ പോയി ഫുഡ് കഴിക്കണമെന്നും. കാരണം ചേട്ടൻ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാറുണ്ട്. അവിടുത്തെ ചിക്കൻ തോരൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൊരു ഹോട്ടലും കൂടിയാണ് കേട്ടോ ഇത്. കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് പോയി നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹോട്ടലും കൂടി. അപ്പോൾ നമ്മൾ അമ്പുട് ഉറക്കമായിരുന്നു. അപ്പോൾ അവനും ഉറക്കമൊക്കെ ഉണർന്ന് ഫുഡൊക്കെ കഴിക്കാൻ സെറ്റായി ഇരിക്കുകയാണ്. പക്ഷെ അവൻ വളരെ കുറച്ച് ഫുഡ് മാത്രമാണ് കഴിച്ചത് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴിച്ച ഉടനെ നേരെ ഫുഡൊക്കെ കഴിക്കാൻ പോയോണ്ടായിരിക്കും ആൾക്കൊരു മ്ലാനത ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഇവിടുത്തെ സർവീസും ഫുഡും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ വളരെ കൂടുതലായിരുന്നു. ചോറൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചിക്കൻ ഗ്രേവിയും മരിച്ചിനിയും പിന്നെ സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഒരു ഫുഡായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ തോരൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുള്ളതാണ് ചിക്കൻ തോരൻ. പക്ഷേ അതൊന്നും അല്ല ടേസ്റ്റ്, ഇതാണ് ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര ടേസ്റ്റായിരുന്നു. പറ്റുന്നുള്ളവരൊക്കെ ആര്യനാട് പോകുമ്പോൾ ഇതുവഴി കയറി ഈ ഫുഡ് മിസ് ചെയ്യാതെ കഴിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഇടയ്ക്ക് വണ്ണം വെച്ചെന്നുള്ള പേരിൽ ഫുഡൊക്കെ കുറയ്ക്കാറുണ്ട്. എന്നാലും നമ്മൾ ഫുഡ് നല്ല ഫുഡ് കാണുമ്പോൾ അറ്റ് വീഴുമല്ലേ. അതുപോലെ തന്നെ ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്ത് കേട്ടോ. ഒരുപാട് ചോറുണ്ടായിരുന്നു, അതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പൊടിയക്കാലയിലേക്കാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് പേപ്പാറയിലാണ്. എന്നിട്ടാണ് ചേട്ടൻ പറഞ്ഞൊരു കിടിലൻ സ്പോട്ടുണ്ട് പൊടിയേക്കാല, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ചേട്ടൻ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പോകുന്ന വഴിയുള്ള വ്യൂസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. ഒന്നും മിസ് ചെയ്യാൻ പറ്റിയില്ല. ഈ കയറി പോകുന്ന ഒരു സ്പോട്ട് എൻ്റെ അമ്മ കിടിലം, ഒരു രക്ഷയും ഇല്ലായിരുന്നു. നമ്മൾ ആകാശവും ഭൂമിയുടെയും നടുക്ക് കൂടെ പോകുന്നൊരു ഫീല് തോന്നി. എനിക്ക് പൊതുവെ ക്യാമറ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഏകദേശം ചളമാക്കിയിട്ടുണ്ട്. നല്ലൊരു സ്പോട്ട് കിട്ടിയതാണ്. എന്നിട്ട് വീഡിയോ എടുത്ത് കുളമാക്കിയെന്നാണ് ചേട്ടൻ പറയണത്. എന്തായാലും ഈ ഒരു സ്പോട്ട് വിടാതെ കാണാൻ തോന്നും. കാരണം അവിടെ നിന്ന് മരമൊക്കെ മുറിച്ചിപ്പോൾ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. ശരിക്കും നമ്മൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നടുക്കൂടെ പോകുന്നൊരു ഫീലാണ്. നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. കാര്യമായിട്ട് മഴയും പെയ്തു കേട്ടോ. നമ്മളങ്ങ് കുറേ ഉള്ളിലോട്ട് ചെന്നപ്പോഴായിരുന്നു മഴ. പോകുന്ന വഴിക്ക് ഒരു വീടോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം എന്തായാലും ഇങ്ങോട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വേണം പോകാൻ. നമ്മൾ സത്യം പറഞ്ഞാൽ പെട്ടുപോയി കേട്ടോ. മഴ പെയ്തപ്പം നമ്മൾ നനയണതിന് കുഴപ്പമില്ലായിരുന്നു. അമ്പാടി നന്നായിട്ട് നനഞ്ഞു. കാരണം കയറി നിൽക്കുക ഒരു വീടോ നമ്മുടെ കയ്യിലൊരു കുടയോ ഒന്നുമില്ലായിരുന്നു. എന്തായാലും ഒരുപാട് ഉള്ളിലോട്ടൊന്നും നമ്മൾ പോയില്ല. കുറച്ച് ദൂരമൊക്കെ ചെന്നപ്പം തന്നെ നമ്മൾ കുറച്ച് നല്ല സ്പോട്ടുകളൊക്കെ കണ്ടിറങ്ങി. എനിക്ക് തോന്നുന്നത് ഇത് പേപ്പാറ ഡാമിൻ്റെ ഭാഗമെന്നാണ്. പേപ്പാറ ഡാം തന്നെ ആയിരിക്കും. കാരണം വേറെ ഡാമോ കാര്യങ്ങളോ പുഴകളോ ഒന്നും ഈ സ്പോട്ടിലോട്ട് വരാൻ ചാൻസ് കുറവാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ അമ്മ ഇതായിരുന്നു സ്പോട്ട്. അപ്പോൾ ഈ സ്പോട്ട് എല്ലാവരും വിടാതെ ഇറങ്ങണം കേട്ടോ. നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ച് ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്കുണ്ടായ ആ പനി ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല കേട്ടോ. എൻ്റെ മണ്ടടപ്പും പനിയൊന്നും ഇതുവരെ മാറിയില്ല. വെള്ളത്തിൽ കളിച്ചുകൊണ്ടല്ല, മഴ നനഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഹലോ ഗൈസ്, കാടിൻ്റെ നടുക്ക് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല എന്ന്.
തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ നല്ല ചൂട് ചായയും വടയും ഒക്കെ കഴിച്ചു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടാറ്റാ.